9 മണിക്കാണ് ഓപ്പണിങ്. പക്ഷെ ഞങ്ങൾ 8:55 എത്തിയിട്ടുണ്ട്. അല്ല ഡെലുനെ നമ്മളെ ഫസ്റ്റ് എത്തിയതാ അവിടെ എന്നാ എന്നത്. ഓ അങ്ങനെ ടോക്കിയോ ഡ്രിഫ്റ്റ് നടത്തി ഡെൽവി ഡാമിലെത്തി. കാരാപ്പുഴ ഡാമിൽ ടോക്കിയോ ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന ഡെലിവറി ഇപ്പൊ പൂജ്യത്തിന് ഇറങ്ങുന്നില്ല സാധനം. ഒരു ട്രാവലർ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഇറങ്ങുന്നത്. നീ എന്നെ എടുക്കാൻ പോകുന്ന ഇതൊന്നും വരുന്നില്ല. നമ്മളിവിടെ എത്തിയിട്ടോ. സമയം 9:03. സൺ കിസ്ഡ് സൺ സ്ലാപ്പിടാ. ഈ ഇന്നർ വെന്യൂന് എന്ത് ഊരി കളഞ്ഞില്ലേ നിനക്കെന്നാ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മള് കാരാപ്പുഴ ഡാം കാണാനായിട്ട് പോവാണ്. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടി മാത്രം അണ്ടർടേക്കർ ആട്ടെ 25ാമത്തെ പ്രാവശ്യം ഉയർത്തെഴുന്നേക്കാൻ പോവാ. എന്നോട് ഞാൻ കണ്ണിങ്ങനെ മറ്റേ പോലെ കേട്ടോ മുട്ടി നിൽക്കും. ഇവനോട് ചിഹ്നം വിളിക്കാൻ നോക്കുമ്പോ മിനിമം ഷോട്ടേല് മേളിലേക്ക് ഭൂമി എന്നെ അത് ടിക്കറ്റ് ഉണ്ട്. ആ ചേട്ടൻ എന്നും ചെയ്യുന്നോണ്ട് വലിയ പേടി കാണൂല. എടാ എനിക്ക് ഒന്നാമത് മേളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ചെയ്യൂ എന്നെങ്ങാനും. ഏയ് വലിയ സീനൊന്നുമില്ല. കത്തി കാണുന്ന പോലല്ല. പറ നോക്ക ആദ്യം അഭിനയം കയറ്റിവിടാം. അപ്പം കേട്ടിട്ട് ഒരു റിവ്യൂ പറയൂലേ? സംഭവം കൊള്ളാട്ടോ ഗൈസ്. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സിനിമ വരുവാടാ. ഞാൻ കേറുന്നില്ല എന്ന് പറഞ്ഞു. ഡെല്ലിന് നീ അതുകൊണ്ട് കയറാതിരിക്കണം. നിനക്ക് വേണേ കേറിക്കോ. എനിക്ക് ചെറിയ പേടിയുണ്ട് അതിനകത്ത് കയറാൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് ബാത്റൂം പോയിട്ടുണ്ട്. ഈ സമാൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഡാം അടിപൊളിയാണ്. യൂനൈസ് 3 പേർക്ക് 300 രൂപയ്ക്ക് പേശാനായിട്ട് അമ്മല് പോയിട്ടുണ്ട്. എന്താവും അറിയത്തില്ല. വ്ലോഗറാന്ന് പറയാം. 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പ്രമോഷൻ ചെയ്യാന്നാ. ഭയങ്കര വെയിലാ. ഒന്നാമത് ഈ ഇവിടുത്തെ വെയിൽ അതിനെ കൊണ്ട് നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. എന്നോട് പറഞ്ഞു എന്താ കഴുത്തിന് മേളിലേക്ക് കിട്ടണം. ലൈക്ക് കഴുത്താണ് എൻ്റെ കിട്ടുന്നതെന്ന് പറഞ്ഞു കുറച്ച് പേര്. സോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഡു ഫോക്കസ് മൈ. ഇല്ല അപ്പോൾ എത്ര മെയിൽ ഐ ഡി ഒരെണ്ണം ഞാനാ. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ 100 സബ്സ്ക്രൈബേഴ്സ്. 20 എണ്ണം നെവിന്റെ വേറെ ഫേക്ക് അക്കൗണ്ട് ഞാൻ 20 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കമന്റ് ഇടും കഴുത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ലേ ഡാമല്ലേ? എന്റെ മോനെ ഗൈസ്, ഞങ്ങളങ്ങനെ ഹണി മ്യൂസിയത്തിലെത്തി. ഇവിടെ പോയി കുറച്ച് ഹണി കുച്ചാം. അല്ല ഇതിനെ സാഡാണ് ഇപ്പം. മൂഡ് പോയി എന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞത്? ഇനിയിപ്പോ മന്തി കഴിക്കാതെ ഡെലിവറി മൂഡാവില്ല പറഞ്ഞത്. ഹണി മ്യൂസിയം വയനാട്. ആ പൊളി ബി ക്രാഫ്റ്റ് ചിൽഡ്രനാന്ന് പറഞ്ഞത്. നിനക്ക് ഹാഫ് എടുത്താൽ മതി ടിക്കറ്റ്. ഐ ലവ് ബീസ്.
അതുകൊണ്ട് സ്റ്റിക്കർ കിട്ടി. ഇത് നെയിം സ്ലിപ്പാ. തിരിച്ചു കിട്ടിയോ പൊട്ടിക്കാം. റെക്കോർഡ് ചെയ്യാനാ. അതിന്റെ തല പിടിക്കരുത്. പോരും കേട്ടോ. ചക്കമോനും വെച്ച് ഒറ്റയ്ക്ക് വെച്ചേക്കുന്നത് പോരും. മക്കി 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 കണ്ണ് രണ്ട് തീയ. സീനാട്ടോ. ഏത് ഞാൻ സീന റിവെഞ്ച് ചെയ്യുന്നോ. അല്ല ഡൽഹിയിലെ ബിന്ദു എന്റെ ബിന്ദു എന്റെ ബിന്ദുവിന്റെ നേരെ നോക്കി. ഓക്കെ ഓക്കെ. ചേട്ടാ സൂപ്പറാണ്. ഇത് നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. മ്യൂസിയം. ഓ ഇവിടെ എന്തൊക്കെയോ പെട്ടോ കൈസ്. ഇതെന്തോ വലിയ സംഭവമാണ്. അതെ ഹണി ഇതിലൂടെ വന്ന് ഇതിലൂടെ ഇപ്പോൾ ഇങ്ങനെ പോയൊക്കെ വരുമായിരിക്കും. ആ അതെ. ഇരുന്നേ കുടിച്ച് ഒരു കൊടയല കുടിച്ച് ഡെലിവറി ഭ്രാന്തായി. തുമ്മിയത് മൊത്തം ആ ബോട്ടിലേക്ക്. അതിന് എങ്ങനെ ഞാനത് തുമ്മി ആര് തുമ്മി? ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ? മതിയോ? തുമ്മലയാലും മൂക്കിലിറങ്ങാൻ പോട്ട്. ഞാനതല്ല എനിക്ക് വേണ്ട പറഞ്ഞു. ഗൈസ് റോയൽ ജെല്ലിക്ക് എത്ര രൂപ ഡെലിവറി? ഒരു ബോട്ടിലിന് മൊത്തം 2.5 ലക്ഷം രൂപയോ? ആ ടപ്പയ്ക്ക് മൊത്തം 2.5 ലക്ഷം രൂപയല്ലേ? 20 ഗ്രാമിന് എത്ര? 4,000 റുപ്പീസ്. ഒരു കിലോയ്ക്ക് 4,300. എടാ വലിയ വിലയൊന്നുമില്ല. 20 ഗ്രാം നമുക്ക് എത്രയിലാക്കാന്ന് പറയുന്നവര്? എത്ര? 100 ഗ്രാം ഹണിയിലോട്ട് 20 ഗ്രാം. ഇപ്പൊ തന്നെ 2 ലക്ഷത്തിന് ചെക്ക് എഴുതി കൊടുത്താൽ മറ്റേ ഹണി ജെല്ല്. വീട്ടിലൊരു തേനീച്ചൽ കൂട് പണിയണം. എല്ലാ രോഗവും മാറും. പുള്ളി പറഞ്ഞില്ലേ എല്ലാ രോഗവും മാറും. നമ്മൾ ഇനി റോയൽ ജെല്ലിന്റെ ബിസിനസ്സിലേക്ക് മരുന്ന് വാങ്ങണ്ട. അതെ എല്ലാ രോഗവും പോകുന്ന കാരണം പലതരം തേനുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. വെരിക്കോസ് മുതല് ഗ്യാസ് വരെ പോകും. പെരുന്നേ കുടിച്ചപ്പോ തന്നെ ഡെലിവറി കട്ടായി. പെരുന്നേ കുടിച്ചവര് ഡെലിവറി ഓവറായി. പെരുന്തേൻ മലന്തേൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മലന്തേൻ പെരുന്നേ കഴിഞ്ഞപ്പോ ഡെലിവറി വേണ്ട. സിനിമയിൽ അതിനെന്നായിരുന്നു പറയുന്നത്? മറ്റേ അവന്റെ നടുവേന മാറാൻ മറ്റേ നീലക്കുറി. റോയൽ ജെല്ലിയാണ് കഴിച്ചു നമ്മുടെ ലക്ഷ്യം. അയ്യോ ഇനി മരത്തെ കയറിയൊക്കെ തേനി റോയൽ ജെല്ലി. പിന്നെ വരാം. ബൈ ബൈ. കുടിക്കുക. എന്ത് രോഗം വന്നാലും പാമ്പ് കടിക്കും. പാമ്പ് കടിക്കുന്നതിന് മുമ്പ് പെരുന്തേൻ കുടിച്ചു കഴിഞ്ഞാണല്ലോ പാമ്പ് വരെ ചത്തുപോകും. അത് കടിച്ചു കഴിഞ്ഞാൽ അത് ഇതാന്നാ പറയുന്നത്. സയന്റിസ്റ്റ് പറയേ. സയന്റിഫിക് തിയറി. കടിച്ചു കഴിഞ്ഞാ ബോധമുള്ളവർ പറയുമ്പോ ഈ വിവരമില്ലാത്തവന്മാർക്ക് മനസ്സിലാവും. റിസോർട്ട് തെറ്റായിട്ടോ? റിസോർട്ട് തെറ്റായി. ഡയലോഗ് വെച്ച് കുറെ നേരം എന്റെ സൈഡ് ഞാൻ നോക്കും, നിന്റെ സൈഡ് നീ നോക്കാൻ.